ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പാന് കണ്ടാൽ തന്നെ അറിയാലോ, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, പറയുന്നതിന് മുമ്പ് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ. ഇന്ന് നമ്മളൊരു ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായി ഞാൻ ഈ കാണുന്ന ഗ്ലാസ്സിൽ ഞാനൊരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മുടെ സ്റ്റൗവിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലോട്ട് നമ്മൾ ഒരു അല്ലി വെളുത്തുള്ളി, അതൊരു 3-4 പീസാക്കി ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു സവാള വലിയ കഷ്ണമാക്കി ഇടുന്നുണ്ട്. പിന്നെ ഇത് ഞാനൊരു 3 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ചിക്കനാണ്. എനിക്ക് തോന്നുന്നു ഒരു 100 ഗ്രാം ഉണ്ടാകുമായിരിക്കും, ഏകദേശം കണക്കാണ്. എല്ലില്ലാത്ത പീസാണെങ്കിൽ കൂടുതൽ നന്നാവുക, എല്ലുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഷ്രെഡ് ചെയ്തെടുക്കുമ്പോൾ ബോൺസ് റിമൂവ് ചെയ്താൽ മതി. പക്ഷെ ബോൺലെസ് പീസായിരിക്കും കുറച്ചും കൂടി എളുപ്പം. പക്ഷേ രണ്ടും ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കംപ്ലീറ്റ് ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളകും, പിന്നെ ഈ ചിക്കൻ വേവാനും ഈ സ്റ്റോക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ്. അതായത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ സോയ സോസൊക്കെ ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് സോയ സോസിൽ ഓൾറെഡി ഉപ്പിൻ്റെ ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഓവറായിട്ട് ഇടാതെ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് ചിക്കൻ വേവുന്ന രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ മാത്രം മാറ്റിയെടുത്ത് വെക്കാം. പിന്നെ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് അരിച്ചെടുക്കണം. ഈ സവാളയും പിന്നെ ഇഞ്ചി ഇതൊന്നും ആവശ്യമില്ല, ലിക്വിഡ് മാത്രം നമ്മൾ മാറ്റിയെടുക്കാം. ശേഷം വീണ്ടും നമ്മളൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഞാനിവിടെ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു ശേഷം 2 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ദെൻ 2 ടേബിൾ സ്പൂൺ സവാള. അത് ഒരു സവാളയുടെ ഒരു ഹാഫ് പോർഷൻ മതിയാവും, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ മതി. കൂടെ നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയാൻ ഒരു ക്യാരറ്റ് എടുത്തു, ദെൻ ഒരു ക്യാബേജിനെ 4 പോർഷനായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പോർഷൻ, അതായത് 1/4 പോർഷൻ എടുത്തു. ദെൻ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. കൂടെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. ടൊമാറ്റോ സോസ് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് മാത്രം ആഡ് ചെയ്താൽ മതി. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. കൂടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിളും കൂടി ആഡ് ചെയ്യാൻ മറന്നുപോയി ഞാൻ ആ സമയത്ത്. ഇപ്പോൾ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ബീൻസില്ലേ, ചെറുതായി കുത്തി അരിഞ്ഞിട്ടുള്ള ബീൻസും ആഡ് ചെയ്തു. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അത് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ, അതായത് പിച്ചി ചീന്തിയ ചിക്കനും കൂടി ആഡ് ചെയ്തു. കൂടെ ഫ്രഷായി പൊടിച്ചിട്ടുള്ള കുരുമുളക്, ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പെപ്പർ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ നമ്മുടെ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഒരു ഇച്ചിരി കൊഴുപ്പ് രൂപത്തിലാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവർ കലക്കി ഒഴിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. തിക്ക് പേസ്റ്റ് പോലെ ആവാതെ നല്ല ലൂസായിട്ടുള്ള ലിക്വിഡ് ഫോമിൽ തന്നെ കലക്കാൻ നോക്കാം, അല്ലെങ്കിൽ കോൺഫ്ലവർ ഇങ്ങനെ കട്ട പിടിച്ച് എടുക്കാൻ ചാൻസ് ഉണ്ട്. ശേഷം നമ്മൾ
ഞാനിവിടെ കുറച്ചും കൂടി ഒരു 3/4 ടീസ്പൂണോളം സോസ് വീണ്ടും, അതായത് ടൊമാറ്റോ സോസ് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതൊന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ്, അതായത് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്യാപ്സിക്കം ഒരു ഹാഫ് പോർഷനോ അല്ലെങ്കിൽ എത്രത്തോളമാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള നമ്മൾ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. കൂടെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകി വരും. കുറുകി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോൺഫ്ലവറിൻ്റെ വെള്ളം ആഡ് ചെയ്തതാണല്ലോ, അപ്പം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോ. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എൻ്റെ പ്രിഫറൻസിൽ കുറച്ചും കൂടി ഞാൻ വീണ്ടും കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മൾ ഫൈനലി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യുക, അടിപൊളിയാണ്.